أعوذ بالله من الشيطان الرجيم. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم. فالصالحات قانتات حافظات للغيب بما حفظ الله، واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن، فإن أطعن لكم فلا تبغوا عليهن سبيلا، إن الله كان عليا كبيرا. وإن خفتم شقاق بينهما فابعثوا حكما من أهله وحكما من أهلها إن يريدا إصلاحا يوفق الله بينهما، إن الله كان عليما خبيرا. صدق الله العلي العظيم. ദീനുൽ ഇസ്ലാമിനെതിരെ പ്രതിയോഗികളുടെ ഭാഗത്ത് നിന്ന്, അത് നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരാവട്ടെ, യുക്തിവാദികളാവട്ടെ, ക്രിസ്ത്യാനികൾ, ഹൈന്ദവ സമൂഹം, അതുപോലെയുള്ള വ്യത്യസ്ത മതവിഭാഗങ്ങളാവട്ടെ, അതിനൊക്കെ പുറമെ മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ട സെക്യുലറിസ്റ്റുകളായ ധാരാളം മുസ്ലിങ്ങൾ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, പ്രാസംഗികന്മാർ, സാഹിത്യകാരന്മാർ, ഇവരൊക്കെ തന്നെ നിരന്തരം ഇസ്ലാമിനെതിരെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആക്ഷേപങ്ങളിൽ ഒന്നാകുന്നു ഇസ്ലാം പുരുഷ മേധാവിത്വ മതമാകുന്നു. ഇസ്ലാമിക നിയമങ്ങൾ സ്ത്രീ പുരുഷ സമത്വത്തിൽ അധിഷ്ഠിതമല്ല, അങ്ങേയറ്റം പുരുഷ മേധാവിത്വപരമായ സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുകയും അവർക്ക് അവരെ പാരതന്ത്ര്യത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ കെട്ടിയിടുകയും ചെയ്യുന്ന മതമാകുന്നു ഇസ്ലാം. ഇത് പ്രതിരോധിക്കാൻ വേണ്ടി, ഇതിനെ തടയിടാൻ വേണ്ടി ഇസ്ലാമിനോട് പ്രതിബദ്ധതയുള്ളവരായ പല മൗലവിമാരും, പല സാഹിബന്മാരും, പല ഗ്രന്ഥകാരന്മാരും, എഴുത്തുകാരുമൊക്കെ ചെയ്യാറുള്ളത്, നിങ്ങൾ പറയുന്നത് പോലെയല്ല, ഇസ്ലാം സ്ത്രീ പുരുഷ സമത്വമാണ് ഉദ്ഘോഷിക്കുന്നത്, ഇസ്ലാമിൽ പുരുഷ മേധാവിത്വമില്ല എന്നൊക്കെ തുടങ്ങിക്കൊണ്ട് അവരെന്താണോ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ആക്ഷേപം നിരർത്ഥകമാണ്. ഇസ്ലാമിൽ അങ്ങനെ ഒരു പുരുഷ മേധാവിത്വമില്ല എന്ന രൂപത്തിലാണ് പലപ്പോഴും നമ്മുടെ പക്ഷത്തുള്ള പ്രാസംഗികന്മാരും എഴുത്തുകാരുമൊക്കെ അത് കൈകാര്യം ചെയ്യാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും സഹാബ കിറാമിന്റെയും സലഫു സ്വാലിഹീങ്ങളുടെയും ഒക്കെ ജീവിത ചരിത്രവും പരിശോധിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്? ഈ പറയുന്ന വിഷയത്തിൽ ഇസ്ലാം എവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്ത് 13-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ജനങ്ങളെ, നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഊബൻ വ ഖബാഇല ലിതഅറഫു. പിന്നീട് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും വംശങ്ങളും ഒക്കെ ആക്കി തിരിച്ചത് ലിതഅറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് സാമൂഹ്യ ജീവിതം നയിക്കാൻ അങ്ങനെയുള്ള വൈവിധ്യങ്ങൾ ആവശ്യമാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ ഇന്ന അക്രമക്കും ഇൻദല്ലാഹി, അള്ളാഹുവിന്റെ സന്നിധിയിൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയർ, നിങ്ങളിൽ സ്ഥാനമുള്ളവർ, നിങ്ങളിൽ ശ്രേഷ്ഠതയുള്ളവർ ആരാണെന്ന് വെച്ചാൽ അതാണെന്നോ പെണ്ണെന്നോ, കറുത്തവനെന്നോ വെളുത്തവനെന്നോ, അറബിയെന്നോ അനറബിയെന്നോ ഒരു വ്യത്യാസത്തിന്റെയും അടിസ്ഥാനത്തിലല്ല. ആണിന് പെണ്ണിനേക്കാളോ പെണ്ണിന് ആണിനേക്കാളോ ശ്രേഷ്ഠത അള്ളാഹുവിന്റെ സന്നിധിയിലില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഏറ്റവും ആദരണീയർ ആരാണോ നിങ്ങളിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അവർക്കാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ സ്ഥാനം. അതാണെങ്കിൽ ആണ്, പെണ്ണാണെങ്കിൽ പെണ്ണ്. അപ്പോൾ മനുഷ്യൻ എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ ആണാണെന്ന് കരുതി യാതൊരു പ്രത്യേകതയുമില്ല, പെണ്ണാണെന്ന് കരുതി യാതൊരു ദോഷവുമില്ല, ഒരു കുറവുമില്ല. ആർ അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുന്നുവോ അവർ അള്ളാഹുവിങ്കൽ ആദരണീയരാണ്. മൊത്തം സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായിക്കൊണ്ട് അള്ളാഹു തആല അവതരിപ്പിച്ചത് ദറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. സത്യവിശ്വാസികൾക്ക് മാതൃകയായിക്കൊണ്ട്, റോൾ മോഡലായിക്കൊണ്ട് അള്ളാഹു തആല അവതരിപ്പിക്കുന്നു ഇംറഅത ഫിർഔൻ, ഫിർഔന്റെ ഭാര്യയായ ആസിയ ബീവിയെ. രണ്ടാമത് വമറിയം ബിനത ഇമ്രാൻ, ഇമ്രാന്റെ മകളായ മറിയം ബീവിയെ. ഈ രണ്ട് വനിതകളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണുങ്ങളും പെണ്ണുങ്ങളുമായ മൊത്തം സത്യവിശ്വാസികൾക്ക് മാതൃകയായിക്കൊണ്ട് അവതരിപ്പിച്ചത്. ഇനിയോ ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യം, ആണായാലും പെണ്ണായാലും ഇവിടെ ഒരുപാട് കർമ്മങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ദാനധർമ്മങ്ങൾ, അദ്കാറുകൾ, ഖുർആൻ പാരായണം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങൾ, ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പ്രതിഫലത്തിന്റെ കാര്യം എന്താണ്? സൂറത്ത് ആൽ ഇംറാൻ 195-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസ്തജാബ ലഹും റബ്ബുഹും, അവർക്ക് അവരുടെ റബ്ബ് ഉത്തരം നൽകി. എന്തെന്ന്? അന്നീ ലാ ഉദീഉ അമല ആമിലിൻ മിൻകും, നിങ്ങളിൽ ഒരാളുടെയും പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ നാം പാഴാക്കി കളയുകയില്ല. മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ. ബഅദുകും മിൻ ബഅദ്, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം പരസ്പരം ഇഴുകി ചേർന്നുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുന്നവരാണ്. അതാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നീ ലാ ഉദീഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ ആരുടെയും കർമ്മങ്ങൾ അല്ലാഹു തആല പാഴാക്കുകയില്ല. ഫല്ലദീന ഹാജറു വഉഖ്രിജു മിൻ ദിയാരിഹിം വഊദു ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യുകയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയവർ, അതുപോലെ തന്നെ അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മദീനയിലേക്ക് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഹിജ്റ ചെയ്തവർ, അതിൽ ആണുങ്ങൾ ഉണ്ടായിരുന്നു, പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്തവർ, വഉഖ്രിജു മിൻ ദിയാരിഹിം, സ്വഗ്രഹങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ഇന്നും അതാ ഫലസ്തീനിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വഊദു ഫീ സബീലി, അള്ളാഹുവിന്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെട്ടവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിച്ചമർത്തപ്പെട്ടവർ. വഖാതലു വഖുതിലു, യുദ്ധം ചെയ്യുകയും ചെയ്യപ്പെടുകയും ചെയ്തവർ. ലഉകഫിറന്ന അൻഹും സയ്യിആതിഹിം, അവരുടെ എല്ലാം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പോക്കിക്കളയുന്നതാണ്. വലഉദ്ഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ,
താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ പൂങ്കാവനങ്ങളിൽ അവരെ നാം പ്രവേശിപ്പിക്കുന്നതാണ്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. എല്ലാവരുടെയും കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും എല്ലാവർക്കും സ്വർഗം പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. ഒരു വ്യത്യാസമില്ല. സവാബൻ മിൻ ഇൻദില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലമായിക്കൊണ്ട്. വല്ലാഹു ഇൻദഹു ഹുസ്നുസ് സവാബ്, അല്ലാഹുവിങ്കലാകുന്നു ഏറ്റവും ഉത്തമമായ പ്രതിഫലമുള്ളത്. ഇവിടൊക്കെ സമത്വമാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണ സമത്വമാണ്. ഇനി നിങ്ങളൊക്കെ ധാരാളം പ്രാവശ്യം കേട്ട ഹദീസാണ്. ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബത്തി, ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്, ഏറ്റവും നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ്? നിങ്ങൾക്കൊക്കെ അറിയാം ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പ്രത്യുത്തരം ചെയ്തു, ഉമ്മുക്ക, നിന്റെ മാതാവിനോടാണ് നീ ഏറ്റവും നന്നായി പെരുമാറേണ്ടത്. പിന്നേതും ചോദിച്ചു, അപ്പോഴും പറഞ്ഞു ഉമ്മുക്ക. മൂന്നാമതും ചോദിച്ചപ്പോൾ ഉമ്മുക്ക എന്ന് പറഞ്ഞു. നാലാമത്തെ പ്രാവശ്യം ചോദിച്ചപ്പോൾ അബൂക്ക, നിന്റെ പിതാവ്, പിതാവിനോടാണ്. അപ്പോൾ മനുഷ്യ സമൂഹം ഏറ്റവും നന്നായി പെരുമാറേണ്ടത് മാതാവിനോടാണ്. മാതാവ് സ്ത്രീയാണല്ലോ. ഇവിടെ സ്ത്രീ മേധാവിത്വമാണ് എന്ന് പറയേണ്ടി വരും. പുരുഷ മേധാവിത്വമാണ് ഇസ്ലാമിൽ എന്നാണ് പ്രതിയോഗികളുടെ ആക്ഷേപം, വിമർശനം. എന്നാൽ ചില ഹദീസുകൾ പരിശോധിക്കുമ്പോൾ, ചില ആയത്തുകൾ കാണുമ്പോൾ അവിടെ സ്ത്രീ മേധാവിത്വമാണ് എന്നൊരു പക്ഷേ നാം മനസ്സിലാക്കേണ്ടി വരും. ഇനിയോ എല്ലാവർക്കും മനഃപ്പാഠമുള്ള ഒരു ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം മാതാക്കളുടെ കാൽ കീഴിലാകുന്നു. മാതാവിനോട് നല്ല നിലയിൽ വർത്തിച്ചുകൊണ്ട്, മാതാവിനെ ഖിദ്മത്ത് ചെയ്തുകൊണ്ട്, മാതാവിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് മാത്രമേ സ്വർഗം നേടാൻ സാധിക്കൂ. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കന്മാരുടെ തൃപ്തിയിലാകുന്നു, പൊരുത്തത്തിലാകുന്നു അള്ളാഹുവിന്റെ പൊരുത്തം. അതിൽ ഒന്നാം സ്ഥാനത്ത് മാതാവാകുന്നു. അപ്പോൾ മാതാവിന്റെ കാൽ കീഴിലാകുന്നു സ്വർഗം. ഇവിടെ ആരാണ് മേലെ? ആർക്കാണ് ശ്രേഷ്ഠത? സ്വർഗം കരസ്ഥമാക്കണമെങ്കിൽ, പാരത്രിക വിജയം ലഭിക്കണമെങ്കിൽ മാതാവിനെ പരിഗണിക്കുകയും മാതാവിനെ സേവിക്കുകയും അനുസരിക്കുകയും ഖിദ്മത്ത് ചെയ്യുകയും ഒക്കെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. ഇനി ഒരു പഴയ ചൊല്ലാണ് ഓർമ്മ വരുന്നത്. ഒരു പിതാവ് മരിക്കാൻ കിടക്കുകയായിരുന്നു. അപ്പോ മക്കൾ, മരുമക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പിതാവ് ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. അപ്പോൾ പിതാവ് മക്കളോടും അടുത്ത ബന്ധുക്കളോടും വസിയ്യത്ത് പറയാണ്. അങ്ങനെ പറഞ്ഞു, ഞാന് തേങ്ങ കൊടുത്ത തേങ്ങാക്കാരന്റെ കയ്യിൽ ഇത്ര ഉറുപ്പ്യ കിട്ടാൻ ബാക്കിയുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇന്ന ആൾക്ക് കടം കൊടുത്തിട്ടുണ്ട് ഇത്ര ഉറുപ്പ്യ. അങ്ങനെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഭയങ്കര ഉഷാറ്, ഭയങ്കര ഉത്സാഹം. എവിടെ പേന, എവിടെ കടലാസ്, എവിടെ നോട്ട്ബുക്കിൽ കൊണ്ടുവരി, എഴുതിക്കോളി. ഭയങ്കര ഉഷാറ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൂപ്പര് പറയാൻ തുടങ്ങി, നമ്മുടെ പറ്റുപീടികയിൽ, പറ്റുപീടി പറഞ്ഞാൽ അത് സംസ്ഥാന തലത്തിലുള്ളവരുണ്ട്. പറ്റുപീടി പറഞ്ഞാല് നമ്മള് പലചരക്ക് കടകളിൽ നിന്ന് വീട്ടിലേക്ക് സാധന സാമഗ്രികളൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരും. അപ്പൊ ഒരു ബുക്ക് ഉണ്ടാവും, അതിലിങ്ങനെ എഴുതി വെക്കുക ചെയ്യുക. എന്നിട്ട് മാസം കൂടുമ്പോൾ തേങ്ങ ഇട്ടിട്ട് തേങ്ങ വിൽക്കുമ്പോൾ, അല്ലെങ്കിൽ റബ്ബർ വിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ശമ്പളം കിട്ടുമ്പോഴൊക്കെയാണ് ഇത് കൊടുക്കുക. ആ പറ്റുപീടിയിൽ ഇത്ര 1000 ഉറുപ്പ്യ കൊടുക്കാനുണ്ട്.
ഇന്ന ആളെടുത്തേക്ക് ഇന്ന ആളായിട്ട് ഇന്ന ഇടപാടുണ്ട്, അതിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്, അത് കൊടുക്കണം. അപ്പോ എന്താ പ്രതികരണം എന്നറിയോ? അത് അത്തും വിത്തും പറയാണ്, കണ്ണും ചോടും കൊടുക്കണ്ട. അത് അങ്ങോട്ട് നോക്കണ്ട, അത് അത്തും വിത്തും പറയാണ്, കണ്ണും ചോടും കൊടുക്കണ്ട. ഇങ്ങനെ ആവാൻ പാടില്ല. ഇതുവരെ ഞാൻ ഉദ്ധരിച്ച ഹദീസുകൾ കേട്ടതുപോലെ ഖുർആൻ ഉദ്ധരിക്കുമ്പോൾ വളരെ സാഗൂതം നിങ്ങൾ ശ്രവിച്ചതുപോലെ അതേ താല്പര്യത്തിൽ ഇനി പറയുന്ന ഇവിടെ നാം ഓതി വെച്ച ആയത്ത് വിശദീകരിക്കുമ്പോഴും കേൾക്കണം. അതിനൊരു താല്പര്യവും ഇനി പറയാൻ പോകുന്നതിന് വേറൊരു താല്പര്യവും ആയിക്കൂടാ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ കൈകാര്യകർത്താക്കളാകുന്നു, അല്ലെങ്കിൽ സ്ത്രീകളെ നേരെ ചൊവ്വെ നയിക്കുന്നവരാകുന്നു. ഖവ്വാമൂൻ എന്ന് വെച്ചാൽ നേരെ ചൊവ്വെ നയിക്കുന്നവർ എന്നാകുന്നു അർത്ഥം. അതെന്താണ്? പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ കൈകാര്യകർത്തൃത്വവും നേരായ മാർഗത്തിൽ അവരെ വഴി നടത്തുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്തം പുരുഷന്മാരെ എന്തുകൊണ്ട് അല്ലാഹു തആല ഏൽപ്പിച്ചു? തുടർന്ന് പറയാം, ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. ഒന്നാമതായി സൃഷ്ടിപ്പിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അപ്പോ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നയിക്കുക എന്ന വിഷയത്തിൽ, നേരായ മാർഗത്തിലൂടെ വഴി നടത്തുക എന്ന വിഷയത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്തിക്കൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നയിക്കാനുള്ള ശാരീരികവും മാനസികവുമായ യോഗ്യത അല്ലാഹു തആല സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്ക് നൽകിയിരിക്കുന്നു. അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളെ നേരെ ചൊവ്വെ നയിക്കുന്നവരാകുന്നു. ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്, അല്ലാഹു തആല ചിലരിൽ ചിലരെ ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു സൃഷ്ടിപ്പിൽ തന്നെ. ഇത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിഷയത്തിൽ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികർമ്മത്തിൽ തന്നെയുള്ള പ്രാപഞ്ചിക വ്യവസ്ഥയിൽ തന്നെയുള്ളതാകുന്നു ഈ സംവിധാനം. പ്രവാചകന്മാരുടെ കാര്യം എടുക്കുക. പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ആ പ്രവാചകന്മാർ ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്, അവരിൽ ചിലരെ മറ്റു ചിലരെക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. വമിൻഹും മൻ കല്ലമ അല്ലാഹ്, അവരിൽ ചിലരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിരിക്കുന്നു. അവരിൽ ചിലർക്ക് അല്ലാഹു തആല വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു. ഉലുൽ അസ്മുകളായ 5 പ്രവാചകന്മാർ മറ്റ് ലക്ഷത്തിലധികം വരുന്ന പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠരാകുന്നു. ഉലുൽ അസ്മുകളിൽ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ശ്രേഷ്ഠത ഉള്ള നബിയാകുന്നു എന്നല്ല, അഷ്റഫുൽ ഖൽഖാകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനാകുന്നു. ഇനി സചേതനമായ സൃഷ്ടികളിലേക്ക് വന്നാലും കാണാൻ പറ്റും, സൂര്യൻ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ എല്ലാറ്റിനും ഒരു സ്ഥാനമല്ല, ഒരു പദവിയല്ല ഉള്ളത്. ഭക്ഷ്യവസ്തുക്കൾ, അല്ലാഹു തആല ചില ഭക്ഷ്യവസ്തുക്കളെ മറ്റു ചില ഭക്ഷ്യവസ്തുക്കളെക്കാൾ മേത്തരമാക്കിയിരിക്കുന്നു. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ദിവസങ്ങൾ, വെള്ളിയാഴ്ച ദിവസത്തിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്. സയ്യിദു ഷുഹൂർ, 12 മാസങ്ങളിൽ ഒരു മാസത്തിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്. അപ്പോൾ ഇത് അല്ലാഹു തആലയുടെ വ്യവസ്ഥയുടെ ഭാഗമാണ്. അപ്പൊ അല്ലാഹു തആല സൃഷ്ടിപ്പിൽ തന്നെ ചിലർക്ക് മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകി. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷന്മാർ അവരുടെ ധനം ചിലവഴിക്കുന്നതിന്റെ ഫലമായും. വിവാഹം ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാർ മഹർ അങ്ങോട്ട് കൊടുക്കുകയാണ്. മഹർ എന്ന് മാത്രമല്ല, അവിടുന്ന് അങ്ങോട്ട് സ്ത്രീകൾക്ക് വേണ്ട എല്ലാ ചിലവും 100% പുരുഷന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്.
സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് സ്ത്രീയുടെ മാതാപിതാക്കന്മാരാവട്ടെ ബന്ധുമിത്രാദികളാവട്ടെ നയാ പൈസ ചിലവഴിക്കേണ്ടതില്ല. അള്ളാഹു താലാന്റെ കിതാബ് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന സുന്നത്ത് പ്രകാരം. അപ്പൊ പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു. അതോടൊപ്പം സൃഷ്ടിപ്പിൽ തന്നെ അള്ളാഹു താല പുരുഷന്മാർക്ക് പ്രത്യേകത നൽകിയിട്ടുണ്ട്. ഈ രണ്ട് കാരണങ്ങളാൽ, ഈ രണ്ട് യോഗ്യതകളാൽ സ്ത്രീകളെ നയിക്കാൻ ഉള്ള അധികാരം അള്ളാഹു താല പുരുഷന്മാർക്ക് നൽകിയിരിക്കുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞ ഹദീസുകളൊക്കെ പരിഗണിച്ചിട്ട് സ്ത്രീ മേധാവിത്വമാണ് എന്ന് പറയാമെങ്കിൽ ഇവിടെ പുരുഷ മേധാവിത്വം എന്ന് പറയാം. പക്ഷേ കണ്ണുപൊട്ടൻ ആനയെ കണ്ടതുപോലെ ആയിരിക്കരുത് കാര്യം. കണ്ണുപൊട്ടന്മാര് ആനയെ കണ്ടു, ഒരാൾ ചെന്നിട്ട് പിടിച്ചത് കാലുമ്മലാണ്. ആന ഒരു വരല് പോലെയാണ്, മൂപ്പര നിലപാടാണ്. വേറൊരാൾ ചെന്നിട്ട് പിടിച്ചത് ആനയുടെ ചെവിയിലാണ്. അങ്ങനെയൊന്നുമല്ല, ആന എന്ന് പറഞ്ഞാൽ ഒരു മുറം പോലെയാണ്. വേറൊരാൾ ചെന്നിട്ട് പിടിച്ചത് ആനയുടെ കൊമ്പുമ്മലാണ്. അപ്പൊ ആന എന്ന് പറഞ്ഞാൽ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം അതാണ്. ഇനി നാലാമത്തെ ഒരാൾ പോയിട്ട് വാലുമ പിടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേറെ ഒന്നാണ് പറയുന്നത്. ഇങ്ങനെ കണ്ടുപൊട്ടൻ ആനയെ കണ്ടതുപോലെ ആവരുത് ആന എന്ന് പറയുന്ന ആ ജീവിയെ മനസ്സിലാക്കേണ്ടത്. ആനയെ അതിന്റെ സാകല്യത്തിൽ, അതിന്റെ 4 കാലുകൾ, അതിന്റെ വലിയ ബൃഹത്തായ ശരീരം, അതിന്റെ കണ്ണുകൾ, കാതുകൾ, കൊമ്പ്, തുമ്പിക്കൈ, ഇതെല്ലാം സാകല്യത്തിൽ എടുത്തുകൊണ്ട് ആന എന്താണെന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ തന്നെ ആനയുടെ പിക്ചർ കിട്ടുക. എന്നതുപോലെ ദീനുൽ ഇസ്ലാമിൽ പരിശുദ്ധ ഖുർആനിലാവട്ടെ ഹദീസിലാവട്ടെ ഓരോ ഹദീസ് കണ്ടമുണ്ടമായത്തുകൾ എടുത്തുകൊണ്ട് ഇസ്ലാമിൽ സ്ത്രീകളുടെ സ്ഥാനം എന്ത്, പുരുഷന്മാരുടെ സ്ഥാനം എന്ത്, അവിടെ പുരുഷാധിപത്യമാണോ സ്ത്രീ മേധാവിത്വമാണോ എന്ന് വിധി എഴുതാൻ ശ്രമിച്ചാൽ ശരിയാവുകയില്ല. ഇനി നല്ല സദ്വൃത്തകളായ വനിതകൾ, അവരെ കുറിച്ച് അല്ലാഹു തആല പറയാണ്. ഖാനിതാത്തുൻ, അവർ അനുസരണശീലമുള്ളവരാണ്. ഇവിടെ അല്ലാഹു തആല കൽപ്പിക്കാനുള്ള അധികാരം, നയിക്കാനുള്ള അധികാരം പുരുഷന്മാർക്ക് നൽകിയല്ലോ. അങ്ങനെ ഭർത്താക്കന്മാരെ അനുസരിച്ചുകൊണ്ട് വിധേയരായി ജീവിക്കുന്നവരാകുന്നു സ്വാലിഹാത്തുകളായ സദ്വൃത്തകളായ വനിതകൾ. അല്ലാഹു തആല സൂക്ഷിക്കാൻ കൽപ്പിച്ചവയെ അഭാവത്തിൽ ഗൈബായി കൊണ്ട് സൂക്ഷിക്കുന്നവരാകുന്നു അവർ. എങ്ങനെയാണ് ഗൈബായിട്ട്? ഭർത്താക്കന്മാരുടെ അസാന്നിധ്യത്തിൽ അവരോട് അല്ലാഹു തആല അവരുടെ ചാരിത്ര്യവും ഭർത്താവിന്റെ സമ്പത്തും എല്ലാം സംരക്ഷിക്കാനും സൂക്ഷിക്കാനും കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഭർത്താവിന്റെ അഭാവത്തിൽ ഗൈബായ രൂപത്തിൽ ഭർത്താക്കന്മാർ ചിലപ്പോൾ ഗൾഫിലായിരിക്കും, ചിലപ്പോ ജോലി സ്ഥലത്തായിരിക്കും, പലയിടത്തായിരിക്കും. ഭർത്താക്കന്മാർ ജീവിതത്തിന്റെ മേച്ചിൽ പുറങ്ങളിൽ പോകുമ്പോൾ ഭാര്യമാരാണ്, വനിതകളാണ് വീട്ടിലുണ്ടാവുക. അപ്പോ അവരോട് അല്ലാഹു തആല സൂക്ഷിക്കാൻ കൽപ്പിച്ചത് സൂക്ഷിക്കുന്നവരാണ് അവർ. സാലിഹത്തുകളായ വനിതകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഖൈറുൻ നിസാഇ, സ്ത്രീകളിൽ ഏറ്റവും ഉത്തമകളായ ഖൈറായ വനിതകൾ ആരാണ്? ഇദാ നളറത് ഇലൈഹാ സർറത്ക, നീ അവളെ നോക്കിയാൽ, ഭർത്താവിനോടാണ് പറയുന്നത്, നീ അവളെ നോക്കിയാൽ സർറത്ക, നിന്നെ സന്തോഷിപ്പിക്കും, നിനക്ക് സന്തോഷകരമായ, നിനക്ക് ആത്മനിർവൃതി, കൺകുളിർമ നൽകുന്ന ഒരു ദൃശ്യമാണ് നിനക്ക് കാണാൻ സാധിക്കുക. നല്ല മുഖത്തോടുകൂടി പുഞ്ചിരിക്കുന്ന സുസ്മേരവദനയായിക്കൊണ്ട്. വഇദാ അമർതഹ അതാഅത്ക, നീ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതനുസരിക്കും. വഇദാ ഗിബ്ത അൻഹാ, നിന്റെ അസാന്നിധ്യത്തിൽ ഹഫിളത്ക ഫി നഫ്സിഹാ വമാലിക,
അവളുടെ ശരീരവും നിന്റെ ധനവുമെല്ലാം അവൾ കാത്തു സൂക്ഷിക്കും. കുറെ കാലം ഗൾഫിൽ ജീവിച്ച ഒരാളെന്ന് എനിക്ക് 38 വർഷം ഞാൻ കുവൈത്തിൽ ജീവിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം 5 മാസം കൂടുമ്പോൾ നാട്ടിൽ വരുമായിരുന്നു. പല പ്രാവശ്യം നാട്ടിൽ വരാറുണ്ട്. സ്വാഭാവികമായി കൂടെ താമസിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ഒക്കെ ആയവര് പലതും തന്നയക്കും. കത്തായിരിക്കും. പഴയ കാലത്തൊക്കെ കത്തായിരുന്നു. ഇപ്പൊ കത്തൊക്കെ നിർത്തിയിട്ടുണ്ട്. ചില വസ്തുക്കളായിരിക്കും. ഇനി അതും അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് പിന്നെ സന്ദർശിക്കാൻ പറയും. അപ്പൊ ഭർത്താക്കന്മാർ ഉള്ള ഘട്ടത്തിൽ പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഭർത്താക്കന്മാർ ഇല്ലാത്ത അവസരങ്ങളിലും വീട്ടിൽ പോകേണ്ടി വരാറുണ്ട്, വന്നിട്ടുണ്ട് ധാരാളം. അപ്പോഴൊക്കെ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്താന്ന് വെച്ചാല്, മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്, പെണ്ണുങ്ങളുടെ അയ്ബും കുറവും ആ ആണുങ്ങളുമായിട്ടുണ്ടല്ലോ. മിൻ വറാഇ ഹിജാബ്, മറയുടെ പിന്നിൽ നിന്ന് അന്യ പുരുഷന്മാരുമായി സംസാരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ? ആ അല്ലാഹു തആലയുടെ കൽപ്പനയൊക്കെ ഇങ്ങനെ അക്ഷരം പ്രതി പാലിക്കുന്ന പെണ്ണുങ്ങളെ കാണണമെങ്കിൽ ഭർത്താക്കന്മാരുടെ സാന്നിധ്യത്തിൽ പോകണം വീട്ടിൽ. എന്നാൽ ഭർത്താക്കന്മാരൊന്നുമില്ല, ഗൾഫിലാണ് അല്ലെങ്കിൽ പുറത്താണ്. അപ്പൊ പോകുമ്പോ ഉള്ള മൂപ്പത്തിയൊരൊന്ന് വേറെയാണ്. മാഷാ അല്ലാഹ്, എന്തൊരു വർത്താനാണ്! അവിടെ മറക്ക് പിന്നിലൊന്നുമല്ല സംസാരം, പിന്നെ മുഖാമുഖമാണ്. മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അതല്ല. അല്ലാഹു തആല കൽപ്പിച്ചു ഫസ്സാലിഹാത്തു, സ്വാലിഹത്തുകളായ വനിതകൾ, സദ്വൃത്തകളായ വനിതകൾ, ഖാനിതാത്തുൻ ഹാഫിളാത്തുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹു തആല സൂക്ഷിക്കാൻ കൽപ്പിച്ചത് ഗൈബായ രൂപത്തിൽ, അദൃശ്യമായ സന്ദർഭത്തിൽ, ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ, അതുപോലെ തന്നെ മഹറമികളൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ, അപ്പോഴാണ് അത് കാണിക്കേണ്ടത്. അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഖൈറു നിസാ എന്ന് പറഞ്ഞാൽ നിന്റെ അസാന്നിധ്യത്തിൽ അവളുടെ ചാരിത്ര്യവും നിന്റെ സ്വത്തും സൂക്ഷിക്കുന്നവരാണ്. ഈ ദർസ് കേൾക്കുന്നവരിൽ ഏറിയ പങ്കും വനിതകളാണ്. സ്വന്തത്തെക്കുറിച്ച് ഈ പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും പറഞ്ഞ ഈ കാര്യമായിട്ടൊന്ന് തട്ടിച്ചു നോക്കും. ഒറ്റ കാര്യം നോക്കിയാൽ മതി. തന്റെ ഭർത്താവ് വീട്ടിലുണ്ടാകുമ്പോൾ അന്യപുരുഷന്മാർ വന്നാൽ ഞാൻ എപ്രകാരമാണ് അവരോട് പെരുമാറുന്നത്, സംസാരിക്കുന്നത്, ഇടപെടുന്നത്, അതേ രൂപത്തിലാണോ ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഇടപെടാറുള്ളത്, സംസാരിക്കാറുള്ളത്? സ്വന്തത്തോട് ചോദിക്കുക. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. വസിനു അഅമാലകും ഖബല അൻ തുസനു. നിങ്ങളുടെ അമലുകൾ നിങ്ങൾ തൂക്കുക, നാളെ പരലോകത്ത് തൂക്കുന്നതിന് മുൻപായി സ്വയം ചോദിച്ചു നോക്കുക. എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ അധിക പെണ്ണുങ്ങളും, ചുരുങ്ങിയത് 51% ഈ വിഷയത്തിൽ പരാജയമാണ്. ഭർത്താക്കന്മാരുടെ സാന്നിധ്യത്തിൽ അവർ പുലർത്തുന്ന ഇസ്ലാമികമായ അദബും അമർച്ചയും അവരുടെ സാന്നിധ്യത്തിൽ പുലർത്താൻ സാധിക്കുന്നില്ല, സാധിക്കാറില്ല. ഒരു പുനഃപരിശോധന നടത്തേണ്ടി വരും അല്ലാഹു തആലാന്റെ അടുത്ത് സ്വാലിഹത്ത് എന്ന് രേഖപ്പെടുത്താൻ. ഇപ്പൊ ഈ പറഞ്ഞ ഭർത്താവിന്റെ സാന്നിധ്യത്തിലും മഹറമീങ്ങളുടെ സാന്നിധ്യത്തിലും ഒക്കെ ഉള്ള പെരുമാറ്റം വെച്ചിട്ട് അവരുടെ മുമ്പില് നല്ല സ്വാലിഹത്തായിരിക്കും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അടുത്ത് ഉള്ള കിതാബ് ഒന്ന് വേറെയാണ്. നമ്മുടെ മനസ്സിൽ എപ്പോഴും അത് വേണം. എന്താണ് ഇഹ്സാൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക അല്ലാഹു തആല കാണുന്നു എന്ന നിലയ്ക്ക്. അപ്പൊ അല്ലാഹു തആല കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ പെരുമാറ്റം. ഇതാണ് ഇഹ്സാൻ. അതുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ. ഇനി വേറൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അശ്റഫുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് നിവേദനം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു മുസ്ലിം വനിത 5 വഖത്ത് നമസ്കരിച്ചു, വസാമത് ഷഹറഹാ, റമദാനിൽ നോമ്പെടുത്തു, വഹഫിളത് ഫർജഹാ, അവരുടെ ചാരിത്ര്യ പരിശുദ്ധി കാത്തു സൂക്ഷിച്ചു. ഈ പറഞ്ഞതുപോലെ അസാന്നിധ്യത്തിൽ ഗൈബായ രൂപത്തിൽ ഇസ്ലാമികമായ ചിട്ടവട്ടങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. ഹഫിളത് ഫർജഹ, അവരുടെ ചാരിത്രം പരിരക്ഷിച്ചു, കാത്തു സൂക്ഷിച്ചു. വഅതാഅത് സൗജഹ, അവരുടെ ഭർത്താവിനെ അനുസരിച്ചു. എന്താണ് ഫലം? ഖീല ലഹാ, നാളെ പാരത്രിക ലോകത്ത് മഹ്ശറ വൻസഭയിൽ വെച്ച് അവരോട് പറയപ്പെടും, ഉദ്ഖുലിയൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅ്തി, സ്വർഗ്ഗത്തിൽ 8 കവാടങ്ങളുണ്ട്. 8 കവാടങ്ങൾ, 7 സ്വർഗ്ഗലോകങ്ങളാണ്, പക്ഷെ 8 കവാടങ്ങൾ. ഈ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെയാണ് സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത്, ഏതിലൂടെ പ്രവേശിക്കാനാണ് ഇഷ്ടം, ആ വാതിലിലൂടെ പ്രവേശിച്ചുകൊള്ളൂ. പുരുഷന്മാരോട് ഇങ്ങനെ പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ സ്വർഗീയ കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ 5 വക്ത് നമസ്കാരം, റമദാനിൽ നോമ്പെടുക്കുക, സ്വന്തം ചാരിത്ര്യ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുക, ഭർത്താവിനനുസരിക്കുക, 4 കാര്യം. എന്നാ പുരുഷന്മാർക്ക് 8 വാതിലിന്റെ കാര്യം പോട്ടെ, ഒരൊറ്റ വാതിലിലൂടെ പ്രവേശിക്കണമെങ്കിൽ ഈ കർമ്മങ്ങൾ ചെയ്താൽ പോരാ. അവിടെ ഭാര്യ ഭർത്താവിനനുസരിക്കുക എന്നുള്ളത് ആണ് മാറ്റി നിർത്തിയാല് ബാക്കി കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്കുള്ളതാ, കട്ടക്കാൻ പറ്റൂല. ജിഹാദ് ചെയ്യണം, സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് ജിഹാദ് ചെയ്യണം. യുദ്ധത്തിന് ഇറങ്ങേണ്ട ഘട്ടത്തിൽ യുദ്ധത്തിൽ ഇറങ്ങണം. യുദ്ധത്തിൽ ശത്രുമായി അടരാടുമ്പോൾ പിന്തിരിഞ്ഞോടാൻ പാടില്ല. സബഉൽ മുബിഖാത്തിൽ പെട്ടതാണ്. അങ്ങനെ തുടങ്ങിയിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമേ പുരുഷന്മാർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കുടുംബത്തെ പരിരക്ഷിക്കുന്ന ഉത്തരവാദിത്വം പുരുഷന്മാർക്കാണ്. ചൂടും തണുപ്പും കാലാവസ്ഥയുടെ പ്രതികൂല്യങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് അധ്വാനിച്ച് ക്ലേശിച്ച് കഷ്ടപ്പെട്ട് കുടുംബം പോറ്റണം. അങ്ങനെ തുടങ്ങിയിട്ട് ക്ലേശകരമായ കാര്യങ്ങൾ നിർവഹിച്ചെങ്കിലേ പുരുഷന്മാർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റൂ. അത് തന്നെ ഒരു വാതിലിലൂടെ. ഇഷ്ടപ്പെട്ട ഏത് വാതിലിലൂടെയും പ്രവേശിക്കാൻ അല്ലാഹു തആല സ്ത്രീകൾക്ക് ചോയ്സ് കൊടുത്തിരിക്കുകയാണ്. കേവലം 4 കാര്യമേ ചെയ്യണ്ടൂ. വലിയ ബൃഹത്തായ ഏറ്റിയാൽ പൊങ്ങാത്ത ജിഹാദ് പോലെ യുദ്ധം പോലെയുള്ള കാര്യങ്ങളല്ല. ഇസ്ലാമിൽ ഈ ഹദീസുകൾ കാണുമ്പോൾ സ്ത്രീ മേധാവിത്വമാണ്, സ്ത്രീകൾക്കാണ് കൂടുതൽ ശ്രേഷ്ഠത എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കണ്ണുപൊട്ടൻ ആനയെ കണ്ടതുപോലെയായിരിക്കും അത്. മൊത്തം പരിശുദ്ധ ഖുർആനിൽ ഹദീസുകളിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ സാകല്യത്തിൽ എടുക്കുമ്പോൾ മാത്രമാണ് ശരിയായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ എന്താണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ, ഞാൻ ഏതെങ്കിലും സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, അതിന് അല്ലാഹു തആല അനുവാദം നൽകിയിരുന്നുവെങ്കിൽ, ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ, ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാരുടെയും മുമ്പിൽ കുമ്പിടാൻ പാടില്ല, സാഷ്ടാംഗം ചെയ്യാൻ പാടില്ല. അഥവാ അതിന് അനുവാദമുണ്ടെങ്കിൽ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഭാര്യയോട് കൽപ്പിക്കുമായിരുന്നു. ഇത് നേരത്തെ പറഞ്ഞ പുരുഷ മേധാവിത്വവും അടിമത്വവും ഒക്കെയായി വ്യാഖ്യാനിക്കാവുന്നതാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ
ഹദീസ് അവസാനിപ്പിക്കുന്നത് മിൻ ഹഖ്ഖഹു അലൈഹാ. ഈ ഭാര്യക്ക് ഭർത്താവിനോടുള്ള കടപ്പാടിന്റെ കാരണത്താലാണ് അങ്ങനെ കൽപ്പിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. കാരണം ഈ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി ഈ ഭർത്താവ് അങ്ങേയറ്റത്തെ ക്ലേശങ്ങൾ സഹിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ പലരും വിദേശത്താണല്ലോ ഉള്ളത്. നിങ്ങൾ അവരോടൊപ്പം ജീവിക്കുന്നവരാണ് പലരും. പക്ഷെ നിങ്ങൾ ഫ്ലാറ്റുകളിൽ, ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ്, ഫ്ലാറ്റുകളിൽ ഒരു 23 ഡിഗ്രി തണുപ്പ്, ചൂടുകാലമാവട്ടെ തണുപ്പ് കാലമാവട്ടെ എപ്പോഴും 23 ഡിഗ്രി തണുപ്പിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. എന്നാൽ ഭർത്താക്കന്മാർ 49 50 ഡിഗ്രി ചൂടിലാണ് പുറത്തിറങ്ങിപ്പോയി പണിയെടുക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ക്ലേശിക്കുന്നത്, കഷ്ടപ്പാട് സഹിക്കുന്നത്. അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് അവരോടുള്ള കടപ്പാടിന്റെ പേരിൽ സുജൂദ് ചെയ്യാൻ അനുവാദമുണ്ടെങ്കിൽ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി വേറെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യാണ്, ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയെ ക്ഷണിച്ചു തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി, ഇലാ ഫിറാഷിഹി, തന്റെ വിരിപ്പിലേക്ക്, ഫഅബത് അലൈഹി, പക്ഷേ ഈ ഭാര്യ അതിനോട് വിമുഖത പ്രകടിപ്പിച്ചു, അത് സ്വീകരിച്ചില്ല. ലഅനത്ഹൽ മലായികത്തു ഹത്താ തുസ്ബിഹ്, അന്ന് പ്രഭാതം വരെ മലക്കുകൾ ആ വനിതയെ, ആ ഭാര്യയെ ലഅനത്ത് ചെയ്തു കൊടുത്തു. ഭാര്യയോടുള്ള കടപ്പാടിനെ കുറിച്ച് മുആവിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹഖ്ഖു ഇംറഅതി അഹദിനാ, ഞങ്ങൾക്ക് ഭാര്യമാരോടുള്ള കടപ്പാട് എന്താണ്, അവർക്ക് ഞങ്ങൾ എന്താണ് ചെയ്തു കൊടുക്കേണ്ടത്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യുത്തരം ചെയ്തു, അൻ തുത്ഇമുഹാ ഇദാ തഅimta, നീ ആഹാരം കഴിക്കുമ്പോൾ അവർക്ക് ആഹാരം നൽകുക, അഥവാ നീ കഴിക്കുന്ന ആഹാരം അവർക്കും നൽകുക. വതക്സുഹാ ഇദാ ഇക്തസൈത, നീ വസ്ത്രം ധരിക്കുമ്പോൾ അവർക്കും വസ്ത്രം നൽകുക, ഭക്ഷണം, വസ്ത്രം. അതുപോലെ തന്നെ അവരുടെ സംരക്ഷണ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. വലാ തദ്രിബിൽ വജ്ഹ വലാ തുഖബ്ബിഹ് വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, എന്തെങ്കിലും കാരണത്താൽ അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ ആളുകൾക്കിടയിൽ വെച്ച് അവരെ ഇകഴ്ത്തരുത്, അവരെ നിന്ദിക്കരുത്, അവരെ മുഖത്തടിക്കാൻ പാടുള്ളതല്ല. വലാ തഹ്ജുർ ഇല്ലാ ഫിൽ ബൈത്ത്, അവരോട് പിണങ്ങേണ്ടി വന്നാൽ സ്വന്തം വീട്ടിൽ വെച്ച് പിണങ്ങാവൂ, മറ്റാളുകൾക്കിടയിൽ വെച്ച്, മറ്റാളുകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന രൂപത്തിൽ പിണങ്ങാൻ പാടുള്ളതല്ല. ഈ കൽപ്പനകളെല്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ദമ്പതികളാണെങ്കിൽ എന്തായിരിക്കും ആ വീട്ടിലെ അവസ്ഥ എന്ന് നോക്കുക. അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുർറത്തു അയ്യുൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, നാഥ, ഞങ്ങളുടെ ഇണകളിലും മക്കളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ. നേരത്തെ പറഞ്ഞില്ലേ, ഭാര്യയെ നോക്കിയാൽ കൺകുളിർക്കും, നിന്നെ സന്തോഷിപ്പിക്കും. ആ ഒരവസ്ഥ കുടുംബത്തിൽ ഉണ്ടാവണമെങ്കിൽ, നല്ല ദാമ്പത്യ ജീവിതം നയിക്കണമെങ്കിൽ ഈ രൂപത്തിൽ നയിക്കുകയും കൽപ്പിക്കുകയും അനുസരിക്കുകയും വഴിപ്പെടുകയും ഒക്കെ വേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇനി വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന, ഏതെങ്കിലും ഭാര്യമാർ കൽപ്പന നിരസിക്കുകയും അനുസരണക്കേട് കാണിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫൈദൂഹുന്ന, അവരെ ഉപദേശിച്ച് നേരാക്കാൻ ശ്രമിക്കുക. അതാണ് അല്ലാഹു തആലയുടെ കൽപ്പന. ഉപദേശം നൽകുക, ഒരിക്കൽ പറഞ്ഞു നിർത്തില്ല, വീണ്ടും വഴന്ന് പറയുക. ഉപദേശം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ സതുപദേശം, നല്ല രൂപത്തിൽ. ഇനി അതുകൊണ്ടൊന്നും ഫലം ഉണ്ടായില്ല സങ്കല്പിക്കുക. വഹ്ജുറൂഹുന്ന ഫിൽ മദാജിഅ, കിടപ്പറയിൽ അവരെ വെടിയുക. എന്നിട്ടും ഫലം ഉണ്ടായില്ലെങ്കിൽ ഒരുമാതിരി അസുഖങ്ങളൊക്കെ അതിലങ്ങ് ഭേദാകും. കിടപ്പറയിൽ വരിക എന്ന് പറഞ്ഞാല് ബെഡ്റൂമിൽ നിന്ന് വേറെ ബെഡ്റൂമിൽ പോയി കിടക്കില്ല, വരെ ബെഡ്റൂമിൽ തന്നെ.
പക്ഷെ അങ്ങോട്ട് താല്പര്യം കാണിക്കാതിരിക്കുക, ഒരുമാതിരി അസുഖങ്ങളൊക്കെ അവിടെ ഭേദാവും. അള്ളാഹു തആലയാണ് ചികിത്സ പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ച, സ്ത്രീയെ സൃഷ്ടിച്ച അള്ളാഹു തആല. ഇനി ചില മർക്കട മുഷ്ടിക്കാരുണ്ടാവും, അതുകൊണ്ടൊന്നും ശരിയാവൂല, വഴന്നും കേൾക്കൂല, ഈ കിടപ്പറയിൽ വെടിയലും ഒന്നും കാര്യം ഉണ്ടാവില്ല. അങ്ങനെയുണ്ട് ചിലത്. വദ്രിബൂഹുന്ന, അങ്ങനെ വേണ്ടി വന്നാൽ അവരെ അടിക്കാനും അള്ളാഹു തആല ഭർത്താക്കന്മാർക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. ഇതാണ് പുരുഷ മേധാവിത്വം. അപ്പൊ ഇസ്ലാമിൽ പുരുഷ മേധാവിത്വമാണെന്ന് പറയാം. ഫൈൻ അത്വാനക്കും, അങ്ങനെ അവർ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ ഫലാ തബ്ഗു അലൈഹിന്ന സബീല, പിന്നീട് അന്ന് അത് പറഞ്ഞില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞു മുറിയാക്കാൻ നിൽക്കരുത്. ഫലാ തബ്ഗു അലൈഹിന്ന സബീല, പിന്നെ അവർക്കെതിരെ ഇങ്ങനെ വഴി തേടിക്കൊണ്ടിരിക്കരുത്. പഴയ മുറി ഇങ്ങനെ ചൊറിഞ്ഞിട്ട് രണ്ടാമത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇന്നല്ലാഹ കാന അലിയ്യൻ കബീറ, തീർച്ചയായും അല്ലാഹു തആല അത്യുന്നതനും മഹാനുമാകുന്നു. നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി അവരെ പീഡിപ്പിക്കുകയും ക്ലേശിപ്പിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന വല്ല സമീപനം സ്വീകരിച്ചാൽ ഇന്നല്ലാഹ കാന അലിയ്യൻ കബീറ, അല്ലാഹു തആല ഉന്നതനാകുന്നു. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കെതിരെ അതിന്റെ നടപടി ഉണ്ടാകും, ചോദ്യമുണ്ടാകും, ശിക്ഷയുണ്ടാകും. ഇവിടെ ഇസ്ലാമിനെതിരെ ആക്ഷേപങ്ങൾ ചൊരിയുന്ന പലപ്പോഴും ക്രിസ്ത്യാനികളാണ്, പാശ്ചാത്യരാണ്, നിരീശ്വര നിർമ്മതക്കാരാണ്, മതേതര പ്രസ്ഥാനങ്ങളാണ്. എന്താണ് അവരുടെ അവസ്ഥ? പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ, അതുപോലെ തന്നെ അവരെ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ, കുടുംബം എന്ന സംവിധാനം തന്നെ അവിടെ തകർന്നുകൊണ്ടിരിക്കുന്നു. ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം യാതൊരു ഉത്തരവാദിത്വവുമില്ല. രണ്ട് പേരെ കയ്യിലും താക്കോലാണ്. ഭാര്യ തോന്നുമ്പോ പൂട്ടിയിട്ട് പോകും, തോന്നുമ്പോ വന്നിട്ട് തുറക്കും, ഭർത്താവും അങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ മക്കളില്ല, ഉണ്ടെങ്കിൽ തന്നെ ഈ മക്കളുമായി നമ്മുടെയൊക്കെ പോലെ ആ അങ്ങേയറ്റത്തെ വൈകാരികമായ ബന്ധങ്ങളില്ല. മാതാപിതാക്കന്മാരുമായി മക്കൾക്ക് അവർ മുതിർന്നു വരുമ്പോൾ യാതൊരു ബന്ധവുമില്ല. കുടുംബ തകർച്ചയാണ്, ശിഥിലമായ ദാമ്പത്യ ബന്ധങ്ങളാണ് അവരുടെയൊക്കെ ബാക്കി പത്രം. എന്നാൽ ഇവിടെ അല്ലാഹു തആല കൽപ്പിച്ചതുപോലെ പുരുഷന്മാർ നയിക്കുകയും സ്ത്രീകൾ അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ആ ദാമ്പത്യ വല്ലരിയിൽ ജനിച്ചു വളരുന്ന കുഞ്ഞുങ്ങൾ, അവരെ മാതാപിതാക്കന്മാർ ലാളിക്കുന്നു, അവരോട് വാത്സല്യം കാണിക്കുന്നു, മാതാപിതാക്കന്മാരോട് മക്കൾ ബഹുമാനം കാണിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിലാണ് ജീവിതത്തിന്റെ യഥാർത്ഥമായ സന്തോഷവും സംതൃപ്തിയും സന്തുഷ്ടിയും ഉണ്ടാകുക. ഈ കുടുംബം ഇല്ലാതെയായാൽ ജീവിതത്തിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും ലഭിക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. ഇത് നഷ്ടപ്പെടുകയാകും അതിൻ്റെ അന്തിമമായ ഫലം. അപ്പൊ ഇവിടെ അവസാനമായി നാം മനസ്സിലാക്കേണ്ടത്, മാതാവിന്റെ വിഷയത്തിൽ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. ഏറ്റവും നന്നായി പെരുമാറേണ്ടത് മാതാവിനോടാണ്. എന്നാൽ ഈ മാതാവിന്റെ ഭർത്താവ് അഥവാ ഈ കുട്ടികളുടെ പിതാവ്, ഈ പിതാവിന്റെയും മാതാവിന്റെയും അടുത്ത് വരുമ്പോൾ അവിടെ ആരാണ് നയിക്കേണ്ടത്, ആരാണ് അനുസരിക്കേണ്ടത് എന്ന ചോദ്യം വരുമ്പോൾ അവിടെ പുരുഷനാണ്. എന്നാൽ മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ, ഖുർആൻ ആയത്തുകളും ഹദീസുകളും പരിഗണിക്കുമ്പോൾ അവിടെ പുരുഷ മേധാവിത്വമാണോ ഉള്ളത് എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ ഭാര്യയും ഭർത്താവും മക്കളും സഹോദരി സഹോദരന്മാരും ഒക്കെയുള്ള കുടുംബം, അവിടെ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. കുടുംബനാഥൻ എന്ന നിലക്ക് കുടുംബനാഥനെ വീട്ടിലുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും അനുസരിക്കണം. ഇവിടെ ആർക്കാണ് മേധാവിത്വം? ഇവിടെ പുരുഷനാ മേധാവിത്വം. അപ്പൊ ചില ആയത്തുകളും ഹദീസുകളും പരിഗണിക്കുമ്പോൾ സ്ത്രീകൾക്കാണ് മേധാവിത്വം, അവർക്കാണ് ശ്രേഷ്ഠത എന്ന് നമുക്ക് തോന്നും.
വേറെ ചില ആയത്തുകളും ഹദീസുകളും പരിഗണിക്കുമ്പോൾ പുരുഷ മേധാവിത്വമാണ്, പുരുഷന്മാർക്കാണ് ശ്രേഷ്ഠത എന്ന് തോന്നും. എന്നാൽ ഇതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ അന്തിമമായി ആരാണ് കുടുംബനാഥൻ, ആരെയാണ് അനുസരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അല്ലാഹു തആലയുടെ തീരുമാനം അല്ലാഹു തആല സൃഷ്ടിപ്പിൽ ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയത് കൊണ്ട് പുരുഷന്മാരാണ് സ്ത്രീകളെ നയിക്കേണ്ടത്. ഇനി ഇതിന് വിരുദ്ധമായി ഇസ്ലാമിൽ പുരുഷ മേധാവിത്വമില്ല, സ്ത്രീ പുരുഷ സമത്വമാണ് എന്നൊക്കെ പ്രസംഗിക്കുന്ന മൗലവിമാരുണ്ട്, സാഹിബന്മാരുണ്ട്, എഴുത്തുകാരുണ്ട്. അവർ പ്രസംഗിക്കുമ്പോൾ അത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. അങ്ങനെ പലരും അത് ഏറ്റുപറയുകയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ശ്രദ്ധയിലേക്ക് ഏതാനും കാര്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു യാത്ര പോവുകയാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു രാവും പകലും ദൈർഘ്യമുള്ള യാത്ര ഒരു മുസ്ലിം വനിതക്ക് നടത്താൻ പാടുള്ളതല്ല. ഒരു മഹറം, വിവാഹബന്ധം നിഷിദ്ധമായ ഒരാൾ കൂടെ ഇല്ലാതെ, ഒന്നുകിൽ പിതാവ്, അല്ലെങ്കിൽ എളാപ്പ, അല്ലെങ്കിൽ സഹോദരൻ, അല്ലെങ്കിൽ അമ്മാവൻ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ മകൻ, ഇവരുടെ സാന്നിധ്യത്തിലല്ലാതെ ഒരു രാവും പകലുമുള്ള ദൈർഘ്യമുള്ള യാത്ര നടത്താൻ പാടില്ല. എന്നാൽ രാവിലെ പോയി വൈകുന്നേരം വരെയാണ്, കോളേജിൽ പോകുന്നു അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, കുഴപ്പമില്ല. എന്നാൽ പുരുഷന്മാർക്കോ ഇല്ല. ഇവിടെ സ്ത്രീ പുരുഷ സമത്വമാണുള്ളത്? അല്ല. ഇനി ഈ പോകുന്നത് തന്നെ നീ മഹറമുണ്ട് തന്നെ സങ്കല്പിക്കുക. ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ ഭാര്യയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഭർത്താവിന്റെ അനുവാദം വേണം. എന്നാൽ ഭർത്താവിന് പോകാൻ സ്ത്രീയുടെ അനുവാദം വേണോ? വേണ്ട. ഇവിടെ എവിടെ സമത്വം? ഇനി വിവാഹം, ഒരാണിനെ കല്യാണം കഴിക്കാം, നേർക്കുനേരെ കല്യാണം കഴിക്കാം. എന്നാൽ ഒരു മുസ്ലിം വനിതക്ക് നേർക്കുനേരെ വിവാഹിത ചെയ്യാൻ പറ്റൂല. ഒരു വലിയ വേണം, ഒന്നുകിൽ പിതാവ്, അല്ലെങ്കിൽ വല്യപ്പ, അല്ലെങ്കിൽ എളാപ്പ, സഹോദരൻ. ഒരു വലിയന്റെ സാന്നിധ്യത്തിലെ വിവാഹം ചെയ്യാൻ പറ്റൂ. ആണിന് അങ്ങനെയല്ല. ഇവിടെ സമത്വം ഉണ്ടോ? ഇനി വിവാഹം മുന്നോട്ട് പോകുന്നില്ല, വിവാഹമോചനത്തിലേക്ക് പോവുകയാണ്. പുരുഷന് നേർക്കുനേരെ വിവാഹമോചനം ചെയ്യാം, സ്ത്രീക്ക് നേർക്കുനേരെ വിവാഹമോചനം ചെയ്യാൻ പറ്റില്ല. മുസ്ലിം വനിതക്ക് ഒരു ഖാദിയിലൂടെ പറ്റും. ഖുൽഉ എന്നാണ് അതിന് പറയുക. ഇനി വിവാഹമോചനം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ വിധവയായി, ഈ സ്ത്രീക്ക് പുനർവിവാഹം ചെയ്യണമെങ്കിൽ ഇദ്ദാ കാലയളവ് കഴിഞ്ഞെങ്കിലേ പറ്റൂ. ഇദ്ദാ കാലയളവ് കഴിയണം. പുരുഷനോ ഇന്ന് വിവാഹമോചനം ചെയ്ത നാളെ വിവാഹം ചെയ്യാം. മൂപ്പർക്ക് ഇതൊന്നുമില്ല. ഇവിടെ സമത്വം ഉണ്ടോ? ഇനി ഏതെങ്കിലും കേസിൽ സാക്ഷി പറയാണ്, ഒരു പുരുഷൻ മതി, എന്നാൽ ഒരു പുരുഷന്റെ സ്ഥാനത്ത് 2 സ്ത്രീകൾ വേണം. പരിശുദ്ധ ഖുർആനിൽ ഡയറക്റ്റ് ഉള്ളതാണ്. എന്തെന്നാ ഈ മൗലവിമാരും എന്തെന്നാ ഈ സാഹിബന്മാരൊക്കെ പ്രസംഗിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് മനസ്സിലാണില്ല. ഡയറക്റ്റ് ഖുർആനിലുള്ള കാര്യങ്ങളായി പറയുന്നതൊക്കെ. ഇനി അനന്തരാവകാശത്തിന്റെ കാര്യം എടുക്കുക. എൻ്റെ 2 പെൺമക്കളുടെ എൻ്റെ ഒരു മോന് കൊടുക്കണം. ഒരു ആൺകുട്ടിക്ക് 2 പെൺകുട്ടികളെ ഓഹരിയാണ്. ഇത് സഹോദരനാണെങ്കിൽ അങ്ങനെ തന്നെ. 2 സഹോദരിമാരുടെ ഓഹരി അവര് സഹോദരൻ. പക്ഷെ ഇതിനൊക്കെ ഒരു മറുവശമുണ്ട്. ഇവിടെ സ്ത്രീകൾ രാവും പകലുമുള്ള യാത്ര ചെയ്യാൻ പാടില്ല മഹറമില്ലാതെ എന്ന് പറയുന്ന ആ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. നമുക്കറിയാലോ, ഇപ്പൊ സിനിമാ ലോകത്ത് ഒരു 5-6 കൊല്ലം മുമ്പ് ഒരു 37 തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് രാത്രി 11 മണിക്ക് യാത്ര പോയതാ ഒരു സിനിമാ നടി. മഹറമൊന്നുമില്ല. എന്തുണ്ടായി? ഉണ്ടാകേണ്ടതുണ്ടായി. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിയതിന്റെ പൊട്ടിത്തെറിയാണ് ഇപ്പൊ സിനിമാ രംഗത്ത് നടികളാവട്ടെ, സിനിമാ രംഗത്തുള്ള ആരോ ആവട്ടെ, പെണ്ണുങ്ങള്, സംവിധായകന്മാരും പ്രൊഡ്യൂസർമാരും നടന്മാരും തിരക്കഥാകൃത്തുക്കളും ഒക്കെ ദുരുപയോഗം ചെയ്ത കാര്യം ഇപ്പൊ എങ്ങനെ പറയാ? നേരും കാര്യമില്ലാതെ മഹറമില്ലാതെ ഇറങ്ങി തിരിച്ചു പോയാൽ അങ്ങനെ ഉണ്ടാവും. ഇസ്ലാം സ്ത്രീകൾക്ക് പരിരക്ഷ നൽകുന്നു. അവരുടെ പരിരക്ഷണത്തിന് വേണ്ടി, അവരുടെ ചാരിത്ര്യ സംരക്ഷണത്തിന് വേണ്ടി, അവരുടെ ഹുർമത്ത്, അവരുടെ പവിത്രതയ്ക്ക് വേണ്ടി വെച്ച നിയമങ്ങളാണ് ഇതൊക്കെ. ഇനി 2 പെൺകുട്ടികളെ ഓഹരി ഒരു ആൺകുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു.
ഈ ആൺകുട്ടി മുഴുവൻ ചെലവാക്കണം, ഈ പെൺകുട്ടികൾ ഒന്നിനും ചെലവാക്കണം. സ്വന്തം കാര്യത്തിന് കൊണ്ട് ചെലവഴിക്കേണ്ടതില്ല. പെൺകുട്ടികൾക്ക് സ്വത്ത് അങ്ങ് കൊടുത്തു, ചെലവ് മുഴുവൻ ആണുങ്ങൾ വഹിക്കണം ഈ പെൺകുട്ടികളുടേത്. എന്നാൽ ഈ ആണ്ട് ഇരട്ടി ഓഹരി കൊടുത്തു, പക്ഷെ കംപ്ലീറ്റ് ചെലവ് ആ ഭാഗത്തുനിന്ന് കൊടുക്കണം. അതുപോലെ തന്നെ സാക്ഷിയുടെ കാര്യം കുത്തും കൊലയുമായിരിക്കും, അടിപിടി കേസായിരിക്കും, അവകാശ തർക്കമായിരിക്കും. ഇവിടെ കോടതിയിൽ സാക്ഷി നിൽക്കുമ്പോൾ തരളിത ഹൃദയരായ പെണ്ണുങ്ങള് ചിലപ്പോ സാക്ഷി പറയേണ്ടി വരിക സ്വന്തക്കാർക്കെതിരെ ആയിരിക്കും. അവിടെ അവർക്ക് ചാഞ്ചല്യം സംഭവിക്കും. പുരുഷന്മാരെ പോലെയുള്ള ദൃഢനിശ്ചയവും മനോദാർഢ്യവും അവർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പുരുഷന്റെ സ്ഥാനത്ത് 2 സ്ത്രീകൾ സാക്ഷി നിൽക്കണം. ഇവിടെ അനീതി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇസ്ലാമിക നിയമങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾ പ്രത്യക്ഷത്തിൽ സ്ത്രീ വിരുദ്ധമാണ്, പുരുഷ മേധാവിത്വപരമാണ് എന്ന് തോന്നിയേക്കും. പക്ഷെ അത് സ്ത്രീകളുടെ തന്നെ സുരക്ഷിതത്വത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാകുന്നു. അങ്ങനെയാണ് നമ്മൾ വാദിക്കേണ്ടത്. അതല്ലാതെ ഇവിടെ സ്ത്രീ പുരുഷ സമത്വമാണ്, പുരുഷ മേധാവിത്വമില്ല എന്ന് പറഞ്ഞാൽ അത് പച്ച കള്ളമാണ്. സാക്ഷാൽ അല്ലാഹു തആലയുടെ ഖുർആനിൽ തന്നെ അർ-റിജാലു ഖവ്വാമൂന അലൻ-നിസാ എന്ന് പറഞ്ഞിട്ടാണ്. എന്നിട്ട് ഭർത്താവിനെ അനുസരിക്കുന്ന കാര്യമാണ് പറയുന്നത്, ഭാര്യയെ അനുസരിക്കുന്ന കാര്യം പറയുന്നില്ല. ഭാര്യയുമായി മുഷാവറ നടത്തിയിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാനും മുന്നോട്ട് പോകാനും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൽപ്പിക്കേണ്ടത് ഭർത്താവാണ്, അനുസരിക്കേണ്ടത് ഭാര്യയാണ്. അതുകൊണ്ട് ഇസ്ലാമിൽ സ്ത്രീ പുരുഷ സമത്വം ഉള്ളത് ഏതിലാന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായ കാര്യത്തില് ജീവിതം ഒരു പരീക്ഷണമാണ്. ഇവിടെ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന്റെ പ്രതിഫലം ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, എല്ലാവർക്കും അല്ലാഹു തആല പ്രതിഫലം കൊടുക്കും എന്നല്ല. അവിടെ പെണ്ണുങ്ങൾക്ക് മുൻതൂക്കം. നമ്മൾ ഹദീസ് ഉദ്ധരിച്ചല്ലോ, ചെറിയ ചെറിയ കർമ്മങ്ങൾ ചെയ്താൽ വമ്പിച്ച പ്രതിഫലം സ്ത്രീകൾക്ക് കരസ്ഥമാക്കാൻ പറ്റും. പുരുഷന്മാർക്ക് അത് കരസ്ഥമാക്കണമെങ്കിൽ വമ്പിച്ച അമൽ ചെയ്യണം, അങ്ങേയറ്റത്തെ ത്യാഗ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ ജീവിതത്തിൽ, കുടുംബത്തിൽ, ദമ്പതികളിൽ ആർക്കാണ് മേധാവിത്വം എന്ന് ചോദിച്ചാൽ പുരുഷ മേധാവിത്വമാണുള്ളത്. ഇസ്ലാമിന് അങ്ങനെയുള്ളത്. അത് പറഞ്ഞാൽ ഇസ്ലാമിന് ആരെങ്കിലും വെറുക്കുമെങ്കിൽ വെറുത്തോട്ടെ. സത്യനിഷേധികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സത്യനിഷേധികൾ പറയുകയുണ്ടായി, ഖാല ലദീന ലാ യർജൂന ലിഖാന ഈതി ബിഖുർആനി ഗൈരി ഹാദാ ഉബദ്ദിൽ, ഈ ഖുർആൻ ഒന്ന് അങ്ങ് മാറ്റ്, അല്ലെങ്കിൽ അതിലുള്ള നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റി തിരുത്ത്. ഈ പറഞ്ഞ നിയമങ്ങളൊന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതേ വാദമാണ് ഇപ്പോൾ പ്രതിയോഗികൾ ഉയർത്തുന്നത്. എന്നാൽ പിന്നെ അവരെ സിമ്പതിക്ക് വേണ്ടി ഇവിടെ സ്ത്രീ പുരുഷ സമത്വമാണ്, ഇവിടെ മേധാവിത്വം അല്ല നമ്മൾ പറയാൻ വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ അറിയോ? പറയാൻ അല്ലാഹു തആല ഖുൽ, നബിയെ താങ്കൾ പറയുക, മാ യകൂനു ലി അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, അല്ലാഹു തആല അവതരിപ്പിച്ച ഈ വേദഗ്രന്ഥം മാറ്റാൻ, ഇതിലെ നിയമങ്ങൾ മാറ്റിമറിക്കാൻ, ഇതിൽ കോംപ്രമൈസ് ചെയ്യാൻ എനിക്ക് സാധ്യമല്ല. ഇത് റബ്ബുൽ ആലമീനായ അല്ലാഹു തആല അവതരിപ്പിച്ചതാണ്. ഇനി യഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം, ഞാനെങ്ങാനും അത് ചെയ്താൽ, പ്രതിയോഗികളുടെ താല്പര്യത്തിനനുസരിച്ച് ഞാൻ ഇവിടെ വ്യാഖ്യാനങ്ങൾ ചമച്ചാൽ, ഞാൻ നിയമങ്ങൾ മാറ്റിവെച്ചാൽ എന്നെ അല്ലാഹു തആല വമ്പിച്ച ശിക്ഷ ശിക്ഷിക്കുന്നതാകും. പിന്നെ എന്തിനായി മൗലവിമാരും സാഹിബന്മാരും എഴുത്തുകാരൊക്കെ ഇവിടെ അതാണെന്ന് പറഞ്ഞിട്ട് അവരെ സൂചിപ്പിക്കാൻ പോണത്? അല്ലാഹു തആല കൃത്യമായിട്ട് പറഞ്ഞു, ഫമൻ ശാഅ ഫൽയുമിൻ, ഇഷ്ടമുള്ളവർ സ്വീകരിക്കട്ടെ, ഫമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമില്ലാത്തവർ തള്ളിക്കളയട്ടെ, പോണ പാട്ട് പോട്ടെ എന്ന് അല്ലാഹു തആല പറഞ്ഞത്. പോട്ടെ, പോയി തൊലയട്ടെ. ഇത് അല്ലാഹു തആല അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അത് അങ്ങനെ പറയുക, അത് ഇഷ്ടമുള്ളവർ സ്വീകരിക്കുക. നമുക്ക് അള്ളാഹുവിന്റെ പൊരുത്തം വേണോ, പാരത്രിക വിജയം വേണോ, അല്ലാഹു തആലയുടെ കൽപ്പന അനുസരിക്കാൻ. ഭർത്താവിനെ അനുസരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു, ഭർത്താവിനെ അനുസരിക്കുമ്പോൾ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു, അവരെ നമ്മൾ അനുസരിക്കുമ്പോൾ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. ഭരണാധികാരികളെ, ഒരു നമ്പറുകളെ അനുസരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചു, നാം അവരനുസരിക്കുമ്പോൾ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. അൽ മുസ്ലിം എന്ന് വെച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിതം അള്ളാഹുവിന് സമർപ്പിച്ചവൻ എന്നാണ്. ഇസ്ലാം എന്നാൽ സമർപ്പണം എന്നാണ്. പരിപൂർണമായി അല്ലാഹു തആലയുടെ കൽപ്പനക്ക് സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവർ.
അപ്പൊ നമ്മൾ ഈ ഖുർആനിലുള്ളത് മാത്രം പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞാൽ മതി. അതിന് താല്പര്യം ഉണ്ടെന്ന് നമ്മൾ ഇതിൽ നിന്നാലും മതി. അല്ല സ്ത്രീ പുരുഷ സമത്വം വേണോ, അല്ലെങ്കിൽ ഫെമിനിസം വേണോ, ഏതിലേക്ക് പോകാനും അല്ലാഹു തആല സ്വാതന്ത്ര്യം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി കാണാനും അത് അനുധാവനം ചെയ്യാനുമുള്ള തൗഫീഖ് നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാത്തിലിനെ ബാത്തിലായി കാണാനും അത് തള്ളിക്കളയാനുമുള്ള ദൃഢനിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിക്കൊണ്ട് നാളെ പാരത്രിക ലോകത്തിൽ വിജയം വരിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. السميع العليم علينا إنك التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. آمين. السلام عليكم ورحمة الله وبركاته.